നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനത്തിൽ നാടകീയ സംഭവ വികാസങ്ങൾ, ഭയചകിതരായി യാത്രക്കാർ. കൂടെയുള്ള യാത്രക്കാർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന ആശങ്കയോടെ മണിക്കൂറുകൾ. ഒടുവിൽ അടിയന്തര ലാൻഡിംഗ്. ഇറ്റലിയിലെ മിലാനിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന റയാനെയർ വിമാനത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. വിമാനത്തിലെ ഒരു യാത്രക്കാരൻ പാസ്പോർട്ടിലെ പേജുകൾ കീറി കഴിച്ചു. മറ്റൊരാൾ പാസ്പോർട്ട് ശുചിമുറിയിൽ കളയാൻ ശ്രമിച്ചു, ഫ്ലഷ് ചെയ്യാൻ ശ്രമിച്ചു. ഇത്തരത്തിലുള്ള വിചിത്രമായ പെരുമാറ്റമാണ് യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. യാത്ര തുടങ്ങി 15 മിനിറ്റിനുള്ളിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. വിമാനം പാരീസിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു. വിമാനം പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിലാണ് അസാധാരണ സംഭവങ്ങൾ അരങ്ങേറിയത്. മുൻവശത്തിരുന്ന യാത്രക്കാരൻ മറ്റൊരു യാത്രക്കാരൻ്റെ പാസ്പോർട്ടിലെ പേജുകൾ കീറി മുറിച്ച് കഴിച്ചു. ഇത് മറ്റ് യാത്രക്കാരെ ആശങ്കയിലാഴ്ത്തി. പിന്നാലെ ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരൻ വേഗത്തിൽ ശുചിമുറിയിലേക്ക് ഓടിക്കയറി പാസ്പോർട്ട് അവിടെ ഉപേക്ഷിക്കാൻ ശ്രമിച്ചു. വിമാനത്തിലെ ജീവനക്കാർ ശുചിമുറിയുടെ വാതിൽ തുറക്കാൻ അയാളോട് ആവശ്യപ്പെട്ടു, പക്ഷെ വഴങ്ങിയില്ല. പിന്നാലെ വിമാനം അടിയന്തരമായി പാരീസിൽ ലാൻഡ് ചെയ്യുകയായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് വിമാനത്തിലുണ്ടായിരുന്ന ആർക്കും അപ്പോൾ മനസ്സിലായിരുന്നില്ല. വിമാനം പാരീസിൽ ലാൻഡ് ചെയ്തതിന് പിന്നാലെ ഫ്രഞ്ച് അധികൃതർ 2 പേരെ അറസ്റ്റ് ചെയ്തു. ഇരുവരുടെ അസാധാരണമായ പെരുമാറ്റത്തിന് കാരണം എന്താണ്? എന്തിനവർ ഈ ഒരു പാസ്പോർട്ട് കീറി കഴിച്ചു? മറ്റൊരാൾ എന്തിനത് ശുചിമുറിയിൽ പാസ്പോർട്ട് ഇടാൻ ശ്രമിച്ചു? യാത്രക്കാർക്കും അതുപോലെ തന്നെ ജീവനക്കാർക്കും ഒന്നും മനസ്സിലായില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. വിചിത്രമായ ഈ പെരുമാറ്റം, ആകാശത്ത് വെച്ചുള്ള ഇത്തരത്തിലുള്ള ഈ പെരുമാറ്റം, അത് യാത്രക്കാരെയും അതുപോലെ തന്നെ ജീവനക്കാരെയും വലിയ രീതിയിലാണ് ആശങ്കയിലാഴ്ത്തിയത്. ഒടുവിൽ 2 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് വിമാനം വീണ്ടും യാത്ര തുടങ്ങിയത്. ഒരാൾ പാസ്പോർട്ട് ഭക്ഷിക്കുന്നു, മറ്റൊരാൾ പാസ്പോർട്ട് ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്ത് കളയുന്നു. ഇതോടെ വിമാനം തിരിച്ചിറക്കുകയായിരുന്നു. പാരീസിൽ വിമാനം ലാൻഡ് ചെയ്തതിന് പിന്നാലെ ഫ്രാൻസ് പോലീസ് എത്തി ഇരുവരെ അറസ്റ്റ് ചെയ്തു. നാടകീയ സംഭവങ്ങൾ നേരിൽ കണ്ട മറ്റ് യാത്രക്കാർ അക്ഷരാർത്ഥത്തിൽ ഭയന്നു. 15 മിനിറ്റോളം നീണ്ടു നിന്നു ഈ ഒരു സംഭവങ്ങൾ. വിമാനത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ വിമാനം പറന്നുയർന്ന് 20 മിനിറ്റോളം പിന്നിട്ട ശേഷമായിരുന്നു ഇത്തരത്തിൽ മുൻനിരയിലെ സീറ്റിലിരുന്ന യാത്രക്കാരൻ എഴുന്നേറ്റ് ഇത്തരത്തിൽ ഒരു വിചിത്രമായ രീതികൾ ചെയ്തത്. ടോയ്ലറ്റിലെ വാതിൽ തുറക്കാൻ എയർ ഹോസ്റ്റസ് ആവശ്യപ്പെട്ടുവെങ്കിലും യാത്രക്കാരൻ ഇതിന് തയ്യാറായില്ല. മറ്റ് യാത്രക്കാർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു. ഇതോടെ വിമാനം തിരിച്ചിറക്കുകയാണെന്ന് ക്യാപ്റ്റൻ യാത്രക്കാരെ അറിയിക്കുകയായിരുന്നു. എന്തായാലും ദുരൂഹമായ കാര്യങ്ങളാണ് ഇവർ ചെയ്തത്. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. നമുക്ക് വിമാനയാത്രകൾ പലപ്പോഴും പല വാർത്തകൾക്കൊക്കെ നയിക്കുന്ന ഒരു സംഭവമായി മാറാറുണ്ട് അല്ലേ. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. വിമാനത്തിന്റെ യാത്ര 2 തവണ മാറ്റിവെച്ചതിനാൽ ബുക്ക് ചെയ്ത ടിക്കറ്റ് റദ്ദാക്കിയ വ്യക്തിക്ക് പണം തിരിച്ചു കൊടുക്കാത്ത ഓൺലൈൻ ബുക്കിംഗ് സ്ഥാപനത്തിന് പിഴ. റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനായ മുളക്കുളം മുറന്തൂക്കിൽ MT തോമസ് ആണ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചത്. മേക്ക് മൈ ട്രിപ്പ് എന്ന സ്ഥാപനമാണ് ബുക്കിംഗ് തുകയും നഷ്ടപരിഹാരവും കൊടുക്കേണ്ടത്. 2024 ഫെബ്രുവരി 15 സംഭവ വികാസങ്ങൾ. ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് തോമസ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. വിമാനം 2 തവണ യാത്രാ സമയം മാറ്റി. ഇതോടെ തോമസ് ബുക്കിംഗ് റദ്ദാക്കി പണം തിരികെ ആവശ്യപ്പെട്ടു. വിമാന കമ്പനിയായ ഇൻഡിഗോ ടിക്കറ്റ് തുകയായ 7,284 രൂപ ബുക്കിംഗ് സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുകയായിരുന്നു. പക്ഷേ അവർ പണം തോമസിന് കൈമാറിയില്ല. തുടർച്ചയായി പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല. തനിക്ക് യാത്രാ തടസ്സം മൂലമുള്ള ശാരീരിക പ്രയാസങ്ങൾക്ക് പുറമെ അടച്ച പണം കിട്ടാതെ അവഹേളനവും നേരിടേണ്ടി വന്നുവെന്നാണ് തോമസ് ചൂണ്ടിക്കാട്ടുന്നത്. പണം നൽകിയെന്ന് ഓൺലൈൻ സ്ഥാപനം വാദിക്കുന്നുണ്ട്. പക്ഷേ ശരിയല്ലെന്ന് തോമസ് ബാങ്ക് അക്കൗണ്ട് കാണിച്ച് തെളിയിച്ചു. ഓൺലൈൻ സ്ഥാപനം ടിക്കറ്റ് തുകയ്ക്കൊപ്പം ഉപഭോക്താവിന് നേരിട്ട മാനസികാഘാതത്തിന് 20,000 രൂപയും നഷ്ടപരിഹാരമായി കൊടുക്കണം. നടപടി ചെലവിലേക്ക് 5,000 രൂപയും തോമസിന് കൊടുക്കണം. DB ബിനു പ്രസിഡന്റും TN ശ്രീവിദ്യ അംഗവുമായ കമ്മീഷനാണ് വിധി പ്രസ്താവം നടത്തിയത്. അതേസമയം ഹൂസ്റ്റണിന് വടക്ക് സ്പ്രിങ്ങിലുള്ള ഡേവിഡ് വെയിൻ ഹുക്സ് എയർപോർട്ടിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒരു ചെറു വിമാനം തകർന്നു വീണ് പൈലറ്റും ഒരു യാത്രക്കാരനും മരിക്കുന്ന സംഭവമുണ്ടായി. മരിച്ച 2 പേരും മുതിർന്ന പൗരന്മാരാണ്. ഒരു സ്ത്രീയും ഒരു പുരുഷനുമാണ്. ഇവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇരട്ട എഞ്ചിനുള്ള സെസ്ന 340 വിമാനമാണ് റൺവേയുടെ തെക്കേ അറ്റത്ത് തകർന്നു വീണ് തീ പിടിച്ചത്. ഉച്ചയ്ക്ക് 12:15 അപകടമുണ്ടായത്. എമർജൻസി കോൾ അപകടവുമായി ബന്ധപ്പെട്ട് അഗ്നിശമന സേനയ്ക്ക് കിട്ടുന്നു. വിമാനം ലബക്കിലേക്ക് പറന്നുയർന്ന ഉടൻ തന്നെ എഞ്ചിൻ തകരാർ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് പൈലറ്റ് വിമാനം തിരിച്ചിറക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചതെന്ന് ടെക്സസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് സർജൻ റിച്ചാർഡ് സ്റ്റാൻഡിഫർ
പറഞ്ഞു. അപകടത്തെ തുടർന്ന് സമീപത്തെ കാടുകളിലും മരത്തോട്ടത്തിലും തീ പടരുകയായിരുന്നു. ഏകദേശം 50 ഏക്കർ സ്ഥലത്താണ് തീ പടർന്നതെന്ന് ക്ലൈൻ അഗ്നിശമന സേനയുടെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ജാമില CK ലോമസ് പറഞ്ഞു. ഉച്ചയ്ക്ക് 1:55 തീ നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തെക്കുറിച്ച് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും അന്വേഷണം തുടങ്ങി. NTSB സംഭവ സ്ഥലത്തെത്തി പരിശോധന തുടങ്ങുമെന്നും വിമാനം കൂടുതൽ വിലയിരുത്തലിനായി സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്നും അധികൃതർ അറിയിച്ചു. അപകട കാരണം സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് 30 ദിവസത്തിനുള്ളിൽ ലഭ്യമാകും. അന്തിമ റിപ്പോർട്ട് 12 മുതൽ 24 മാസങ്ങൾക്കുള്ളിൽ പുറത്തിറങ്ങും. പൈലറ്റിന്റെ പരിചയം, വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ, കാലാവസ്ഥ, ഫ്ലൈറ്റ് ട്രാക്ക് ഡേറ്റ തുടങ്ങിയ വിവരങ്ങളെല്ലാം NTSBയുടെ അന്വേഷണ പരിധിയിൽ വരും. എയർപോർട്ടിന് ചുമതലയുള്ള ഗിൽ ഏവിയേഷൻ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ വിസമ്മതിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസം ഉണ്ടായ മറ്റൊരു വാർത്തയിലേക്ക് കൂടി. അമേരിക്കൻ എയർലൈൻസിലെ ലാൻഡിംഗ് ഗിയറിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തുന്ന സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. യൂറോപ്പിൽ നിന്ന് നോർത്ത് കരോലിനയിലെ ഷാർലറ്റ് ഡഗ്ലസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. വിമാനത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനിടയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. യൂറോപ്പിൽ നിന്നെത്തിയ ബോയിങ് 777-200ER എന്ന വിമാനത്തിൽ അറ്റകുറ്റപ്പണികൾക്കായി ഹാങ്ങറിലേക്ക് മാറ്റി. തുടർന്ന് അറ്റകുറ്റപ്പണികൾക്കിടയിലാണ് ലാൻഡിംഗ് ഗിയറിൽ മൃതദേഹം ശ്രദ്ധയിൽപ്പെട്ടത്. ഷാർലറ്റ് മെക്ലൻബർഗ് പോലീസ് അന്വേഷണം തുടങ്ങി. ഇപ്പോൾ ഇയാൾ ആരാണ്, എന്താണ്, എങ്ങനെ അപകടമുണ്ടായി, എങ്ങനെ മരിച്ചു എന്ന കാര്യങ്ങളൊക്കെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ ഇടയ്ക്കാണ് വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിൽ ഒളിച്ചിരുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് 13 വയസ്സുകാരൻ ഇന്ത്യയിലെത്തിയ സംഭവം ഉണ്ടായത്. കാബൂളിൽ നിന്നുള്ള KM എയർ ഫ്ലൈറ്റ് RQ4401 വിമാനത്തിലാണ് ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബാലൻ വന്നിറങ്ങിയത്. കുട്ടി സുരക്ഷിതനാണെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. വടക്കൻ അഫ്ഗാനിസ്ഥാനിലെ കുന്ദൂസ് സ്വദേശിയാണ് ബാലൻ. കാബൂൾ വിമാനത്താവളത്തിലെ നിരോധിത മേഖലയിൽ പ്രവേശിച്ച കുട്ടി വിമാനത്തിന്റെ പിൻഭാഗത്തെ സെൻട്രൽ ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. തുടർന്ന് 1.5 മണിക്കൂർ സാഹസിക യാത്ര. അതിനൊടുവിലാണ് ഡൽഹിയിലെത്തിയത്. വിമാനത്താവളത്തിലെത്തിയ കുട്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കണ്ട CISF ഉദ്യോഗസ്ഥർ കുട്ടിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്തതിനാൽ കേസെടുത്തേക്കില്ല. കുട്ടി ഇറാനിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ വിമാനം മാറിയാണ് ഡൽഹിയിലെത്തിയത്. കുട്ടിയെ അതേ വിമാനത്തിൽ തന്നെ അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചയച്ചു. കൗതുകം കാരണമാണ് വിമാനത്തിൽ കയറിയത് എന്നാണ് കുട്ടി പറയുന്നത്.